നമസ്കാരം. ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. ഈ പെരുമഴക്കാലത്തും നിലമ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വാർത്തകളും വിവാദങ്ങളും എല്ലാം നിറയുകയാണ് നിലമ്പൂരിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു വർഷത്തിൽ താഴെ 10 മാസത്തോളം മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന MLAക്ക് ഒരു നിയമസഭാ സാമാജികനായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. കാരണം നമുക്കറിയാം അടുത്ത വർഷം ഈ മാസത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിനിടയിലുണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പാണിത്. ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ, തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം രാവിലെ ഇലക്ഷൻ കമ്മീഷൻ ഒരു വാർത്താക്കുറിപ്പിലൂടെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അറിയിച്ചത്. അതിനുശേഷം വളരെയേറെ വാർത്തകൾ, വിവാദങ്ങൾ, ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും UDFൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് വാർത്തകൾ അനുനിമിഷം മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ അവിടുത്തെ സിറ്റിംഗ് MLA ആയ PV അൻവർ, അദ്ദേഹം ഇടതുപക്ഷത്തോട് തെറ്റിപ്പിരിഞ്ഞ് MLA സ്ഥാനം രാജിവെച്ചതോടുകൂടിയാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ. കഴിഞ്ഞ 2 തവണയായി ഇടത് സ്വതന്ത്രനായി നിലമ്പൂരിൽ മത്സരിച്ച് വിജയിച്ച ആളാണ് PV അൻവർ. അദ്ദേഹം ഇടതുപക്ഷത്തെ സ്വയം വിശേഷിപ്പിച്ച ഒരു കടന്നൽ തന്നെയായിരുന്നു. സൈബർ ലോകത്തിലൂടെ അദ്ദേഹം നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു എതിരാളികൾക്കെതിരെ. ആ അൻവർ തന്നെ പിന്നീട് CPMന്, ഇടതുപക്ഷത്തിന് എതിരായി മാറുകയും അവർ തെറ്റിപ്പിരിയുകയും ചെയ്തു. അങ്ങനെ അൻവർ MLA സ്ഥാനം രാജിവെക്കുകയും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും ചെയ്തു. അൻവറിൻ്റെ വിലപേശുകളിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻവർ UDFനോട് അടുക്കുന്നു. അൻവർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ UDF സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെടുന്നു. പിന്നീട് അൻവർ അയയുന്നു. UDF ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും താൻ പിന്തുണയ്ക്കും, അവർക്ക് വേണ്ടി ഏത് ചെകുത്താനെ. ആ ചെകുത്താനിൽ തന്നെ ചില മാറ്റങ്ങളൊക്കെ വന്നു. നല്ല ചെകുത്താനായിരിക്കണമെന്ന് കുറച്ചു മുമ്പ് അദ്ദേഹം പറയുകയുണ്ടായി. ഒരിക്കൽ പറയുന്നതല്ല, മിനിറ്റുകൾക്കകം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അൻവർ ചെയ്യുന്നത്. ഇത് UDFനെയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കാരണം ഒടുവിൽ അൻവർ പറഞ്ഞിരിക്കുന്നത് താൻ നിർദ്ദേശിച്ചയാളെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ UDF കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്ന് ഒടുവിൽ വാർത്തകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനെയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ താൻ തന്നെ മത്സരിക്കാൻ ഇറങ്ങിയേക്കുമെന്ന സൂചനയാണ് PV അൻവർ നൽകുന്നത്. ഇത് കോൺഗ്രസിനെ വളരെയേറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വളരെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് സജ്ജമാണെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ മാധ്യമങ്ങളിൽ കണ്ട VD സതീശൻ പറഞ്ഞത് 24 മണിക്കൂറിനകം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയായിപ്പോയി, അതുകൊണ്ട് ഉള്ള ചില ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ട് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. 24 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും കോൺഗ്രസ് വലിയ ബുദ്ധിമുട്ടിലാണ്. അവർ ചർച്ചകൾക്കുമേൽ ചർച്ചകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UDF നേതൃത്വം ചർച്ചകൾ നടത്തുന്നു. PV അൻവറുമായി ആശയവിനിമയം നടത്തുന്നു. അങ്ങനെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഉയരുകയാണ് കോൺഗ്രസ് പാർട്ടി. ഇതിപ്പോൾ അത്ര എളുപ്പമല്ല ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് എല്ലാവരും തിരിച്ചറിയുകയാണ്. കാരണം അൻവർ നേരത്തെ CPM നിന്നുകൊണ്ട് കളിച്ച കുറേ കളികളുണ്ട്. വളരെ ആധികാരികമായി ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങൾക്കെതിരെയൊക്കെ നിരന്തരം മാധ്യമങ്ങളോട് പോരാടുന്ന CPMൻ്റെ ഒരു പടയാളിയായിട്ടായിരുന്നു അൻവറിൻ്റെ ഒരു വളരെ വീരോചിതം എന്നവരൊക്കെ വിശേഷിപ്പിക്കുന്ന, ധീരൻ എന്നും പടയാളി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അങ്ങനെ ഒരു രൂപമായിരുന്നു, അങ്ങനൊരു ഇമേജ്, പ്രതിച്ഛായായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഈ CPMൻ്റെ പ്രവർത്തകരൊക്കെ, സൈബർ സഖാക്കളൊക്കെ അൻവറിനെ ഇങ്ങനെ പൊക്കിപ്പാടി പുകറ്റിക്കൊണ്ട് നടന്നതാണ്. ഇപ്പോൾ അതിനുശേഷം CPMുമായി തെറ്റിയതിന് ശേഷം അൻവർ ഈ കത്തിച്ചു വിട്ട വാണം ലക്ഷ്യം തെറ്റി എങ്ങോട്ടൊക്കെയോ പോകും പോലെ പലയിടത്ത് പോകുന്നു. എങ്ങനെയെങ്കിലും CPMനെ തോൽപ്പിക്കണം എന്നുള്ള ഒരു നിലപാടിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ UDFൽ കയറാൻ ശ്രമം നടക്കുന്നു. UDFനൊപ്പമില്ല, പുറത്ത് നിൽക്കും എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് തൃണമൂലിൽ DMKയിൽ പോയി ചേരാനുള്ള ശ്രമം നടത്തുന്നു. പിന്നെ സ്വന്തമായിട്ടൊരു DMK ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് തൃണമൂലിൻ്റെ ഭാഗമാകുന്നു. ഇപ്പോൾ അകത്തുമല്ല പുറത്തുമല്ല എന്നുള്ള മട്ടിലാണ് ഈ പറഞ്ഞതുപോലെ അൻവർ. പക്ഷേ അങ്ങനെ വിലപേശമൊന്നും വേണ്ട, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ആര് തീരുമാനിക്കും എന്ന്
വി.ഡി. സതീശൻ അസന്ദിഗ്ധമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ആര്യാടൻ ഷൗക്കത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വി.എസ്. ജോയിയാണ് ബെസ്റ്റ്. ഏത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് വി.എസ്. ജോയിയാണ് ബെസ്റ്റ്. കാരണം ആര്യാടൻ ഷൗക്കത്ത് വരാൻ പാടില്ല. അങ്ങനെ ഒരു നിർബന്ധം അൻവറിനുണ്ട് എന്നുള്ളതുകൊണ്ട് തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചത് അൻവറാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അവിടെയാണ് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ഒന്ന് പിന്നോട്ട് പോകേണ്ടി വന്നത്. അൻവർ എങ്ങനെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുക? പക്ഷേ അൻവറിനും കൂടെ താല്പര്യമുള്ള ഒരാളെ വേണമെങ്കിൽ കോൺഗ്രസ് പരിഗണിക്കാം എന്നൊരു സൂചന കൊടുക്കുകയാണ്. അകത്തും പുറത്തുമല്ലാത്ത അൻവർ, അവിടെ കുറച്ച് സ്വാധീനം ഉണ്ട് അൻവറിന്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ CPM അൻവറിനെ പൊടിക്കെങ്കിലും ഭയക്കുന്നത്. ഒരുപക്ഷേ CPM ഇപ്പോഴും കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത് ഞങ്ങളവിടെ നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ്, ഞങ്ങളവിടെ ജയിക്കുന്നല്ല. കാര്യം ചരിത്രം അതല്ല. കാരണം നമുക്കറിയാം 69-ലാണ് കുഞ്ഞാലി എന്ന CPM-ന്റെ MLA വെടിയേറ്റ് മരിക്കുന്നത്. ഒരു MLA ആയിരിക്കും ഒരാൾ വെടിയേറ്റ് മരിക്കുന്നത് കേരളത്തിൽ, അത് കുഞ്ഞാലി മാത്രമാണ്. അതിന് ശേഷമാണ് ഈ പറഞ്ഞ മണ്ഡലം കൈവിട്ടു പോകുന്നത്. പിന്നീട് കോൺഗ്രസിൻ്റെ കയ്യിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ 82-ൽ 67-ൽ ആര്യാടൻ മുഹമ്മദ് മത്സരിച്ച് ജയിക്കുന്നു. 82-ൽ ഇടത് സ്വതന്ത്രൻ TK ഹംസ, കെ കരുണാകരൻ്റെ പക്ഷത്തിലുള്ള TK ഹംസ CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്നു. അദ്ദേഹത്തെ തോൽപ്പിക്കുന്നു ആര്യാടനെ. അതിനുശേഷം വീണ്ടും തിരിച്ചു വന്ന ആര്യാടൻ്റെ കയ്യിൽ നിന്ന് ഈ സംഗതി പോയിട്ട് വീണ്ടും സ്വതന്ത്ര ആര്യാടൻ യുഗമാണ്. അതിനുശേഷമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അൻവറൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു സ്വതന്ത്രൻ, ഈ പറഞ്ഞ പോലെ CPM-ന്റെ ചിഹ്നത്തിലൊന്നുമല്ല സ്വതന്ത്രനായിട്ട് വരുന്നത്. ഇപ്പോൾ അവർ തമ്മിൽ തെറ്റിയപ്പോൾ ഇപ്പം അൻവർ തീരുമാനിക്കുകയാണ് കോൺഗ്രസ്സിൽ UDF-ൽ ആരാവണം സ്ഥാനാർത്ഥി. അത് നോക്കിയിരിക്കുകയാണ് CPM. അപ്പം കുറച്ച് മണിക്കൂറുകൾ കൂടെയൊക്കെ ഇത് തുടരൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്തൊരു തീരുമാനം ഉണ്ടാകേണ്ടി വരും. ഇപ്പോൾ ഒരു പ്രശ്നം ആര്യാടൻ ഷൗക്കത്തിനെ എടുത്ത് ഒറ്റയടിക്ക് വെക്കാനും കോൺഗ്രസിനെ പറ്റാത്തൊരവസ്ഥയും കൂടെ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. ഈ കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെ നിൽക്കുന്നു. കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് അൻവറിന് കീഴ്പ്പെട്ടു കോൺഗ്രസ് എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയും. അതിന് ഒരിക്കലും കോൺഗ്രസ് അവിടെ തയ്യാറാവുന്നില്ല. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അൻവർ ഏത് രീതിയിൽ പ്രതികരിക്കും, അൻവറിൻ്റെ നിലപാട് ഏത് രീതിയിലായിരിക്കും എന്ന കാര്യത്തിലും കോൺഗ്രസിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അവിടെ ഒരു സമവായത്തിലെത്തുക, അൻവറിനെ അനുനയിപ്പിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മറ്റൊരു നീക്കം കൂടി അവിടെ നടക്കുന്നത്, ഇവർ രണ്ടുപേരുമല്ലാത്ത ഒരു മുഖം, ആ ഒരു പുതുമുഖത്തെ ഒരു പ്രശ്നം അതിൻ്റെ ഇടയിൽ വന്നിരുന്നു. അതായത് കഴിഞ്ഞ തവണ അൻവറിനോട് തോറ്റ, അതായത് മത്സരം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പ് മരണപ്പെട്ടുപോയ വി പ്രകാശ് കോൺഗ്രസിന്റെ നേതാവ്. വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ അൻവർ ജയിച്ചത്. 2000-ൽ പരം വോട്ടുകൾ. അപ്പോൾ അത്രത്തോളം കഴിഞ്ഞ തവണ അവിടെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച വി പ്രകാശിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മകൾ നന്ദന പ്രകാശ്, അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അച്ഛനെ ഓർമ്മിച്ചുകൊണ്ട്, അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന മട്ടിൽ അച്ഛൻ്റെ സ്വാധീനം, അച്ഛൻ്റെ ശക്തി, മരണശേഷവും അങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അവിടെ ഒരു പ്രശ്നമുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ വരുന്നൊരു പ്രശ്നമാണ് അത്. കഴിഞ്ഞ തവണ ഈ പറഞ്ഞ വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് വി പ്രകാശ് തോറ്റെങ്കിൽ അതിന് പിന്നിൽ ആര്യാടൻ്റെ ഒരു കൈയുണ്ട് എന്ന മട്ടിലൊരു ചർച്ച കോൺഗ്രസിനകത്ത്, അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. മാധ്യമങ്ങൾ ആ രീതിയിൽ വാർത്ത കൊടുക്കുന്നുണ്ട്. എന്തായാലും വി പ്രകാശിൻ്റെ മകളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെയാണ്. ഈ 2 പേരല്ലാതെ ആര്യാടൻ ഷൗക്കത്തോ അല്ലെങ്കിൽ VS ജോയിയോ അല്ലാത്ത ഒരു പേര് കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതുമുഖത്തെ അവതരിപ്പിക്കാൻ കൂടി കോൺഗ്രസ് ആലോചന നടക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം ആ തരത്തിലുള്ള ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും സന്ദീപ് വാര്യർ അല്ലെങ്കിൽ VT ബൽറാം, ഇനി അതുമല്ലെങ്കിൽ വി പ്രകാശിൻ്റെ ഭാര്യ, ഈ 3 പേരുകളാണ് കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിലൊരാൾ സ്ഥാനാർത്ഥിയായി വരുമോ, അതോ ഒരു അനുനയത്തിലൂടെ കോൺഗ്രസ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ബിനോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ വരും മണിക്കൂറുകളിൽ തന്നെ അതിൽ ഒരു ചിത്രം തെളിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് വിദഗ്ധനായിട്ടാണ് VD സതീശൻ അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷമുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും
നല്ല മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വം, അദ്ദേഹത്തിൻ്റെ ഒരു കോർഡിനേഷൻ എല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും എല്ലാം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വി ഡി സതീശൻ പറഞ്ഞിരുന്നു, അതായത് മാധ്യമങ്ങളെ കാണുമ്പോൾ 24 മണിക്കൂറിനകത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നൊക്കെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അത് ഇത്തിരി വൈകി. പക്ഷേ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികളെല്ലാം ഞങ്ങളത് ക്രോഡീകരിച്ചിട്ടുണ്ട്, 8000 വോട്ടുകൾ പുതുതായിട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആത്മവിശ്വാസത്തോടെ. അതെല്ലാം ശരിയുമാണ്. കാരണം ഈ രാജി സംഭവിച്ച ഉടനെ തന്നെ ആ മണ്ഡലത്തിലേക്ക് അതിൻ്റെ ചുമതലക്കാരെ അയക്കുന്നു. KPCCയുടെ പ്രധാനപ്പെട്ട ആളുകളെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മണ്ഡലത്തിലേക്ക് അയക്കുന്നു. അവിടെ മണ്ഡലത്തിൽ താഴെത്തട്ട് മുതൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഈ ഒരു പ്രതിസന്ധി കോൺഗ്രസിന് വന്നു ചേർന്നിരിക്കുന്നത്. കോൺഗ്രസിന് വളരെ ആത്മവിശ്വാസമുള്ള ഒരു കാര്യമാണ്. കാരണം ഇതുവരെ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ അവിടെ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലങ്ങൾ നിലനിർത്തുക, വലിയ ഭൂരിപക്ഷത്തിലാണ് നിലനിർത്തിയത് എന്ന ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ പോലും നിലനിർത്തുക മാത്രമാണ് ചെയ്തത്. ഒരു മണ്ഡലം പോലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആലത്തൂരാണ് CPMൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. പക്ഷേ നിലമ്പൂർ അങ്ങനെയല്ല. നിലമ്പൂർ കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നത്. കാരണം പതിറ്റാണ്ടുകളായി കോൺഗ്രസ്, പ്രത്യേകിച്ച് ആര്യാടൻ മുഹമ്മദ് കൈവശം വെച്ചു പോന്ന മണ്ഡലമാണ് നിലമ്പൂർ. കോൺഗ്രസിന് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ്. കോൺഗ്രസിനും ലീഗിനും അടിത്തറയുള്ള മണ്ഡലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതൊരു മതേതര കാഴ്ചപ്പാടോടെ തന്നെ ആര്യാടൻ മുഹമ്മദ് കൊണ്ടുപോയൊരു ഒരു മണ്ഡലമാണ്. തീർച്ചയായും അവിടെ നിലമ്പൂർ 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് ആര്യാടനും ഫേമസ് ആണ്, നിലമ്പൂർ തേക്കും. തേക്ക് പോലെ കരുത്തുള്ള നേതാവാണ് ആര്യാടൻ മുഹമ്മദ് എന്ന വിശേഷണമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു പ്രതിസന്ധിയിൽ കോൺഗ്രസ് എത്തപ്പെട്ടിരിക്കുകയാണ്. കാരണം LDFൻ്റെ കയ്യിലുള്ള ഒരു മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നിടത്തിലാണ് ഒരു അപ്രതീക്ഷിതമായൊരു പ്രതിസന്ധി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരിക്കുന്നത്. അവരതിനെ ഏത് രീതിയിൽ മറികടക്കുമെന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ പക്ഷേ ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടത്, BJP പിന്നെ ഈ ചിത്രത്തിലില്ല. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഇതൊരു അനാവശ്യമാണ്, 7 മാസത്തേക്കുള്ള ഒരു പരിപാടിക്കൊന്നും ഞങ്ങളില്ല. എങ്കിലും ഞങ്ങൾ ആലോചിക്കും, NDA ആയിട്ട് ആലോചിക്കും, സ്ഥാനാർത്ഥി വേണോ വേണ്ട എന്നൊക്കെ ആലോചിക്കും. ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അത് ആ വഴിക്ക് പോട്ടെ. ഇപ്പുറത്ത് CPM നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. ഇത് അൻവർ CPMൻ്റെ ആളായിരുന്നു. അപ്പോൾ അത് CPMൻ്റെ അല്ലെങ്കിൽ ഇടത് മണ്ഡലമാണ് നിലവിൽ. അപ്പോൾ അത് പോവുക എന്ന് പറഞ്ഞാൽ അൻവർ ജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അൻവറിനെ സംബന്ധിച്ചും ഇത് നിർണായകമാണ്. ഈ കളിയിൽ അൻവർ തോറ്റാൽ, അതായത് ഈ കളിയിൽ CPM ആണ് ജയിക്കുന്നതെങ്കിൽ അൻവറിൻ്റെ അടിവേരിളകി പോകും എന്നുള്ള കാര്യത്തിൽ അൻവറിൻ്റെ രാഷ്ട്രീയമായ നിലനിൽപ്പ് തന്നെ ഇല്ലാതായി പോകും. ആ രീതിയിലാണ്. കാരണം അൻവർ രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രസക്തനാണ് എന്ന് തെളിയിക്കാൻ കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. മറിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം CPM അവിടെ കാലങ്ങളായി സ്വതന്ത്രരെ മാത്രമാണ് പരീക്ഷിക്കുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ആളുകൾ മത്സരിച്ചിട്ട് പതിറ്റാണ്ടുകളായി. അവിടെ കുഞ്ഞാലിയൊക്കെയാണ് അവിടെ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചതെങ്കിൽ, പക്ഷേ ഇപ്പോഴും സ്വതന്ത്രനെയാണ് നിലമ്പൂരിലേക്ക് CPM അന്വേഷിക്കുന്നത്. പല പേരുകൾ, ഷറഫ് അലിയുടേതടക്കമുള്ള പല പേരുകളും CPMൻ്റെ പട്ടികയിലുണ്ട്. അവരൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അവരെന്തായാലും 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന വാഗ്ദാനമൊന്നും ആർക്കും നൽകിയിട്ടുമില്ല. 7 ദിവസം അതിനുള്ളിൽ സ്ഥാനാർത്ഥി ഈ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസത്തിൽ. അത് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങളിങ്ങനെ 7 ദിവസം കാത്തിരിക്കുന്നത്, അതായത് ഇപ്പം കോൺഗ്രസ് UDF ഉടനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. ഈ അവിടുന്ന് ആരെങ്കിലും പാലക്കാട്ടെ പോലെ ചാടിച്ചുകൊണ്ട് വരാനുള്ള പരിപാടി, അതൊക്കെ അനാവശ്യമായ ചോദ്യമാണ് എന്നൊരു മറുപടി കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായ ചോദ്യമാണെന്ന് പറയുമ്പോഴും അത്തരത്തിലുള്ള നീക്കങ്ങളും CPMൻ്റെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കില്ല എന്ന് തന്നെ വേണം. അല്ല, കാരണം CPMന് ഒറ്റയ്ക്ക് അവിടെ ജയിക്കാനുള്ള അടിത്തറയില്ല. അതുകൊണ്ടാണല്ലോ സ്വതന്ത്രരുടെ പിന്നാലെ പോകേണ്ടി വരുന്നതും അൻവറിനെ പോലെയുള്ള ആൾക്കാരെ ഇങ്ങനെ താങ്ങേണ്ടി വന്നതും ഒടുവിൽ അതൊരു വലിയ പണിയായി മാറിയത്. മറ്റൊരു തരത്തിലുള്ള കൂട്ടുകെട്ടിനുമുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുമില്ല. ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ, പൊതുസമ്മതനായ ഒരാളെ മത്സരിപ്പിക്കുക, ഗോവിന്ദമാഷ തന്നെ പറഞ്ഞതുപോലെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നതൊക്കെ ആയിരിക്കാം അവരുടെ അടവ്. എന്തായാലും ഈ കോൺഗ്രസിനിടയിലുള്ള ഈ ഒരു പ്രതിസന്ധിയിൽ ഉറ്റുനോക്കുകയാണ് CPM. അതിനെ അവൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം CPMൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവിടെ ഉണ്ടാകുകയും ചെയ്യുക. ഇനി നേരത്തെ ബിനോയ് സൂചിപ്പിച്ച BJPയുടെ കാര്യത്തിലേക്ക് വന്നാൽ, BJP ഈ പറഞ്ഞതുപോലുള്ള ഒരു പ്രതിസന്ധിയിലാണ്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യ പരീക്ഷണമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. അവിടെ BJPക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. 8000-ൽ പരം വോട്ടുകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിച്ചത്. 5% വോട്ടുകൾ മാത്രം. അവിടുത്തെ ഒരു ജനസംഖ്യ എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ BJPക്ക് വലിയ വേരോട്ടമുള്ള മണ്ണൊന്നുമല്ല
നിലമ്പൂരിലേത്. അവിടെ BJPക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കാര്യമായി എന്തെങ്കിലും ചെയ്യാനും കഴിയില്ല. ഇനി നേരത്തെ ലഭിച്ച വോട്ടിൽ നിന്ന് അല്പം പിന്നോട്ടൊക്കെ പോവുകയാണെങ്കിൽ പുതിയ അധ്യക്ഷന് അതൊരു ചീത്തപ്പേരാകുകയും ചെയ്യും. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ തന്നെ സൂചിപ്പിച്ചതുപോലെ അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ വളരെ കാര്യഗൗരവത്തോടുകൂടി കണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി നിലമ്പൂരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതവരെ ബാധിക്കുകയും ചെയ്യുമെന്ന ഒരു പ്രശ്നം അവർക്കുണ്ട്. അല്ല, അവരെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതേപ്പറ്റി ചോദിക്കുമ്പോൾ അനാവശ്യമാണ് എന്നും ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ലക്ഷ്യം മറ്റേതൊക്കെയാണ് എന്ന് പറയുമ്പോഴും ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി എന്നിവിടെ രാജീവ് ചന്ദ്രശേഖർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെ പരാജയം സംബന്ധിച്ചൊരു വച്ചൊഴികളാണ് രാഷ്ട്രീയമായിട്ട്. കാര്യം ഇവിടെ റിജീഷ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം വരുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ വലിയ കാര്യമായ സ്വാധീനമൊന്നുമില്ല. പക്ഷേ ഒന്ന് ശ്രമിച്ചു നോക്കാൻ, അവരുടെ അണികളെ ഒന്ന് ഊർജ്ജസ്വലമാക്കി ഇവിടെ ഒന്ന് സ്വാധീനം അറിയിക്കാൻ, ശേഷി അറിയിക്കാൻ ഒരു 10 വോട്ട് കൂടുതൽ കിട്ടിയാൽ പോലും അത് രാജീവ് ചന്ദ്രശേഖറിന് തൻ്റെ പ്രവർത്തന മികവ് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാവുന്ന ഒരിടത്ത് ആലോചിക്കട്ടെ എന്ന് പറയുന്നത് തന്നെ തുടക്കത്തിൽ തന്നെ തോൽവി സംബന്ധിച്ചതിൻ്റെ ഒരു അവസ്ഥയാണ്. തീർച്ചയായും 10 വോട്ട് അധികം നേടിയാൽ അതൊരു വിജയം തന്നെയാണ്. മറിച്ച് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ തീർച്ചയായും ആരോപണങ്ങളുടെ പെരുമഴയായിരിക്കും. അത് CPMനെ സഹായിക്കാനാണ് എന്ന ആരോപണം UDF ഉന്നയിക്കും. ഇപ്പോൾ തന്നെ CJP എന്ന ആരോപണമാണ്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന രീതിയിലൊക്കെയാണ് അത്. പാലക്കാടും മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടതാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരും. തിരിച്ച് CPM പറയും ഈ വോട്ടുകൾ കോൺഗ്രസിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിനെ സഹായിക്കാനാണ് എന്ന ആരോപണം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അവിടെ ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും, CPM സ്ഥാനാർത്ഥി ജയിച്ചാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചാലും BJPയുടെ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ആ വോട്ട് കൂടി ലഭിച്ചിട്ടാണ് ഈ വിജയം എന്ന പ്രചരണം അവിടെ ഉണ്ടാവുകയും ചെയ്യും. അത് BJPക്കും വിജയിക്കുന്നവർക്കുമെല്ലാം ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും അവിടെ CPMനെ സഹായിക്കാൻ എന്ന ആരോപണത്തിനാണ് ഒരു മുൻതൂക്കം കിട്ടുക എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയും കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നതാണല്ലോ BJPയുടെ പ്രധാന ലക്ഷ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആലോചനകളൊക്കെ നടന്നാലും ഒരു സ്ഥാനാർത്ഥി BJPയുടേതായിട്ട് അവിടെ വരാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇനി ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കുന്നതാണോ എന്ന ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരും മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് വിലയിരുത്തുമ്പോൾ തന്നെയും, കാരണം നേരത്തെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ അത് PT തോമസിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും നിര്യാണം മൂലമാണ് 2 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായത്. മറ്റൊന്ന് ആലത്തൂരിലും പാലക്കാടും അവിടുത്തെ MLAമാർ, സിറ്റിംഗ് MLAമാർ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് വിജയിച്ചപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പുണ്ടായത്. പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സിറ്റിംഗ് MLA ഇടതുമുന്നണിയുമായി തെറ്റിപ്പിരിഞ്ഞ് രാജിവെച്ച് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. തീർച്ചയായിട്ടും അനാവശ്യം എന്ന് വിലയിരുത്താൻ കഴിയുന്നത് തന്നെയാണ്. അങ്ങനെ വിലയിരുത്തുമ്പോഴും ഇത് പൊളിറ്റിക്കലി വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. അങ്ങനെ സംഭവിക്കാം. തീർച്ചയായിട്ടും രാഷ്ട്രീയമായി പ്രാധാന്യം അതിലുണ്ട്. ഇത് സംസ്ഥാന ഭരണത്തെ സ്വാധീനിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചലനം ഉണ്ടാക്കുന്നതോ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് LDFനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കാരണം CPM അല്ലെങ്കിൽ LDF സർക്കാർ അവരുടെ 4ാം വാർഷികം ആഘോഷിച്ച് അവരുടെ പ്രോഗ്രസ് കാർഡൊക്കെ പുറത്തുവിട്ട് നിൽക്കുന്ന വേളയിലാണ് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിലെ വിധി അവരുടെ മാറ്റുകൂട്ടുന്നതാണോ കുറയ്ക്കുന്നതാണോ എന്ന് വിലയിരുത്തപ്പെടും. അതുപോലെ തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ ചോദ്യം ഉണ്ടായിരുന്നു, അതെങ്ങനെ വിലയിരുത്തലാവും? ഈ പറഞ്ഞതുപോലെ എന്താണ് ഈ എങ്ങനെ വിലയിരുത്താൻ? ഞാപ്പാടെ ഇനി 5-6 മാസമല്ലേ ഉള്ളൂ, എന്ത് വിലയിരുത്തൽ എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. മുമ്പൊക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഏത് ഭരണാധികാരികളാണെങ്കിലും അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ആരാണെങ്കിലും തീർച്ചയായും ഇത് ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന് വളരെ ധൈര്യത്തോടു കൂടി പറയുന്നതാണ് നമ്മളൊക്കെ കേട്ടുപോകുന്നത്. പക്ഷേ ഇപ്പോഴത് പറയാൻ CPMന് സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുന്നില്ല എന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ട്. അതിപ്പോ ഈ പറഞ്ഞ പോലെ എന്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും ആൾക്കാർ വിലയിരുത്തിക്കോ, നിങ്ങൾ അങ്ങനെ വിലയിരുത്തിക്കോ. അല്ല, ഇത് CPMന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെയാണ് മത്സരം നടക്കുന്നത്. അവിടെ പോലും വിലയിരുത്തലാകുമെന്നുള്ള ആത്മവിശ്വാസമില്ലാതെയാണ് ഈ പ്രോഗ്രസ് കാർഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 തവണയായി 2ാം വട്ടവും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരാനുള്ള മരണക്കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വീണ് കിട്ടിയ ഒരു ഉപതെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് കോൺഗ്രസിന് സ്വാധീനമുള്ള
മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് അവിടുത്തെ MLA ആയിരുന്ന ആൾ UDFന് പിന്തുണ നൽകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ്, അങ്ങനെയൊക്കെ അനുകൂല ഘടകങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കാര്യമാണ്. ഇവിടെ വിജയിച്ച് കയറിയാൽ ഒരു MLA കൂടി അധികം കിട്ടുന്നു പ്രതിപക്ഷ സീറ്റിൽ എന്നൊരു നേട്ടം മാത്രമല്ല അവർക്കുള്ളത്, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കൂടുതൽ കരുത്തോടുകൂടി നേരിടാനുള്ള ഒരു ഊർജം കൂടിയാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ രീതിയിൽ രാഷ്ട്രീയമായ രീതിയിൽ പ്രാധാന്യമർഹിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പിടിച്ചെടുക്കാൻ എല്ലാ സാധ്യതയും ഇപ്പോൾ അനുകൂലമായിരിക്കുന്നത് UDFനാണ്. ഏതാണ്ട് പ്രതിരോധത്തിൽ തന്നെയാണ് CPM ഉള്ളത്, LDF ഉള്ളത് നിലവിൽ. അവർക്ക് സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ കാത്തിരിക്കേണ്ടി വരുന്നു. അതേസമയം ഒരു വിജയ സാധ്യത, ഈ പറഞ്ഞ അൻവറിൻ്റെയൊക്കെ സാന്നിധ്യം, അവിടെ പ്രാദേശികമായിട്ടുള്ള ചില സ്വാധീന ഘടകങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇത് പിടിച്ചെടുക്കാൻ, CPMനൊപ്പമുള്ള ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ അനുകൂലമായ ഘടകങ്ങൾ കൂടുതലുള്ളത് UDFനാണ്. ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ അൻവറിനോടൊപ്പം ചേർന്ന് നിന്ന് ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ തട്ടിത്തൂവി ആ വിജയം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക്, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ പോകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് ഉള്ളത് എന്നുകൂടി ഓർക്കണം. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നാണ് അറിയാനിരിക്കുന്നത്. മണിക്കൂറുകൾക്കകം തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത്. 24 മണിക്കൂർ എന്ന സമയപരിധിയൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും അവർ തന്നെ അവകാശപ്പെട്ടതാണ്. അതിനിടയിലാണ് ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടായത്. UDFൻ്റെ സ്ഥാനാർത്ഥിയെ ഉടൻ അറിയാം, പിന്നാലെ LDF സ്ഥാനാർത്ഥിയെയും അറിയാം. അതോടുകൂടി തന്നെ ഏതാണ്ട് കളം തെളിയും. അതിനുശേഷമാണ് BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടോ, ഉണ്ടെങ്കിൽ ആര് എന്നതുകൂടി അറിയുന്നത്. BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അത് ഈ മത്സരത്തെ ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് അത്തരം ചർച്ചകളുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇന്ന് ദ മിഡിൽ ഗ്രൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.